അപ്പം ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. നമ്മള് എല്ലാവർക്കും എൻ്റെ ചട്ടിയും എൻ്റെ ശബ്ദമൊക്കെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാവുള്ളെന്ന്. അപ്പോൾ ഞാനിത് ചട്ടി വെച്ചിരിക്കുന്നു, എൻ്റെ ചട്ടി കാണാമെന്ന് വിശ്വസിക്കുന്നു, എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ഇച്ചിരി എണ്ണ അതിലേക്ക് ആദ്യം ഒഴിച്ചു. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ഇച്ചിരി പാവയ്ക്ക കറി കേട്ടോ, അത് വെക്കാൻ പോവാണ്. പാവയ്ക്ക കറിയല്ല, പാവയ്ക്ക മെഴുക്ക് വരട്ടി. ഇതൊക്കെ ഇഷ്ടമാണോ പാവയ്ക്ക മെഴുക്ക് വരട്ടി? അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇച്ചിരി കടുകിടുന്നു. ഇതുകൊണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ അമ്മ അരിഞ്ഞതാകട്ടോ. ഇതെല്ലാം ഉണ്ടോ, നല്ല സൂപ്പർ പാവയ്ക്കയാണ്. അതിൻ്റെ അകത്തോടെ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇച്ചിരി കടുകിടുന്നു. ഓക്കെ, ഇച്ചിരി കടുകിടുന്നു. ഓക്കെ, കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉള്ളി ഇടും. ഓക്കെ, ഉള്ളിയിട്ട് കരിയാപ്പിലയൊക്കെ ഇട്ട്, ഉണ്ടോ, സൂപ്പർ കരിയാപ്പിലയാണ്, ഉണ്ടോ, കരിയാപ്പില പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഇടാം. എന്തോന്നറിയാമെന്ന് ചെറുതായിട്ടൊന്ന് കടുകിനാണേലും നമുക്കൊരു ചെറിയ എൻകറേജ്മെൻറ്റ് കൊടുക്കാം അല്ലേ. പൊട്ടി വരുന്നുണ്ട്, ഉണ്ടോ. ഇത് നാട്ടിലെ ഒരു സ്പെഷ്യൽ സ്പാച്ചുലയാണ്, ഞങ്ങളുടെ മുട്ടത്തുപാറയിലെ അമ്മ ഉണ്ടാക്കി തന്നാണേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറയുന്നത് പാവയ്ക്ക കേട്ടോ, പാവയ്ക്ക മെഴുക്ക് വരട്ടി. എനിക്ക് പാവയ്ക്ക പല രീതിയിൽ നമുക്ക് വെക്കാം. പാവയ്ക്ക തീയൽ വെക്കാം, പാവയ്ക്ക തോരൻ വെക്കാം. പക്ഷെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇച്ചിരി അല്ലേ അമ്മേ? ആ, അമ്മയ്ക്ക് ഏതാ ഇഷ്ടം? അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെ, കടുക് പൊട്ടി അന്നേരത്തേക്ക് നമ്മൾ ഉള്ളി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഈ കുക്കിംഗ് ആർക്കെങ്കിലും ഒക്കെ ഒരു എൻകറേജ്മെൻ്റ് ആവട്ടെ. ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിലേ. ഓക്കെ, നമ്മൾ ഇച്ചിരി ഉള്ളിയൊക്കെ അങ്ങോട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി വരട്ടി നല്ല ബ്രൗൺ കളർ, അവസാനം അതൊരു ബ്ലാക്ക് കളർ പോലെ ആകും അത് സംഭവം കേട്ടോ. കരിയാപ്പില ഇടുന്നു, ഉണ്ടോ, കരിയാപ്പില. ബിറ്റർ ഗേർഡ് തോരൻ, ബിറ്റർ ഗേർഡ്. Most of the people have this in their backyard. The പച്ചമുളകുണ്ട്, green chilli is there, bitter gourd, onions. Okay. With this you can have your dinner with the rice, with chapati, you know. This is not from my backyard, but this is from one of our friends' backyard. They gave it to us. So thank you, Daisy Mama and Sannichan. They gave me this. ഇങ്ങനെ പതുക്കെ പിറക്കാതെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇടാം അല്ലേ. കൂടുതൽ പച്ചക്കറികൾ നമ്മൾ കഴിക്കണം. ഈ ഇറച്ചി മീനും തന്നെ കഴിച്ചുകൊണ്ടിരിക്കാതെ പച്ചക്കറി എപ്പോഴും നമുക്ക് ഹെൽത്തിയാണ്. ഈ പാവയ്ക്കയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത് റിച്ച് ഇൻ അയണാണ്. ഇരുമ്പിന്റെ അംശമൊക്കെ കൂടുതലുണ്ടല്ലേ അമ്മേ? യാ, അപ്പൊ ഇതിനൊന്ന് ഇച്ചിട്ട് ടൈം എടുക്കുവേ. ഇതിനെ ഒന്ന് അലത്തി എല്ലാം വെച്ചിട്ട് ഇത് റെഡി ആകുമ്പോൾ
നമ്മൾ തിരിച്ചു വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ബ്ലസ് യു.